നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആ രാഖി സാഗരം തന്നെയായിരിക്കും ഇതിന്റെ പുറകില്. നശിച്ച ജന്മങ്ങൾ അവര്. ഏയ്, അതിന് വഴിയില്ല. സ്റ്റേഷനിൽ പരാതി കൊടുത്തില്ലേ? കൊടുത്തു, സഹായിക്കാമെന്നും പറഞ്ഞു. പക്ഷെ എല്ലാ കാര്യങ്ങളും എന്നെ ചന്ദ്രികാമ്പ വിളിച്ച് പറഞ്ഞു. ആദ്യം വേണ്ടത് വന്ദനയുടെ മനസ്സുറപ്പാ. കുഞ്ഞിനെ നമ്മൾ കണ്ടെത്തിയിരിക്കും. ഭിക്ഷക്കാരിൽ നിന്നും ദിയമോളെ രക്ഷിച്ച എനിക്ക് അവളെ ഇനിയും കണ്ടെത്താനാവും. അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും തയ്യാറായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ ലോകത്തിന്റെ ഏത് കോണിലുണ്ടായിരുന്നാലും മോളെ ഞാൻ കണ്ടുപിടിച്ചിരിക്കും. എന്നെ ഒന്ന് വിശ്വസിക്കേ. ഒറ്റയ്ക്കേ ഉള്ളൂ അങ്ങനെ ഒരു തോന്നൽ ഇനി വേണ്ട. ഈ ജഗൻ കൂടെയുണ്ട്. ആദ്യം നമുക്ക് ഇൻസ്പെക്ടറെ ഒന്നുകൂടെ കണ്ട് കാര്യങ്ങളൊന്ന് ബോധ്യപ്പെടുത്താം. അവരന്വേഷിക്കട്ടെ. അതും പറ്റിയില്ലെങ്കിൽ നമ്മുടെ വകയായിട്ടൊരു അന്വേഷണം നമുക്ക് നടത്താം. വാ. കുട്ടിയുടെ കാലിനല്പം സ്വാധീനക്കുറവുണ്ട്. ഞാൻ അയച്ച ഫോട്ടോ കണ്ടല്ലോ. ദേവി മാതാ സെൻട്രൽ സ്കൂളിലാണ് പഠിക്കുന്നത്. കുട്ടിയെക്കുറിച്ച് എന്ത് വിവരം കിട്ടിയാലും ഉടൻ തന്നെ അറിയിക്കണം. ഓക്കെ? ദിയമോളുടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലേക്കും ബസ് സ്റ്റാൻഡുകളിലേക്കും മെസ്സേജും കുട്ടിയുടെ ഫോട്ടോയും ഉൾപ്പെടെ അയച്ചു കൊടുത്തിട്ടുണ്ട്. അല്ല, കുട്ടിയെക്കുറിച്ച് എവിടെന്നെങ്കിലും എന്തെങ്കിലും ഒരു സൂചനയെങ്കിലും കിട്ടിയിട്ടുണ്ടോ സർ? അതിനുള്ള സമയമായിട്ടില്ലല്ലോ ജഗൻ. മറ്റെല്ലാ കേസുകളും മാറ്റിവെച്ച് ദിയമോളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക. എല്ലാ സ്റ്റേഷനുകളിലും മെസ്സേജ് എത്തി. എല്ലായിടത്തും വാഹന പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. അതിന് കുറച്ച് സമയം വേണ്ടിവരും. വന്ദനയുടെ അവസ്ഥ കണ്ടില്ലേ? എത്രയും പെട്ടെന്ന് മോളെ കണ്ടെത്തണം. അതുകൊണ്ടാണല്ലോ കുട്ടിയുടെ അന്വേഷണം ഇത്രയും ഊർജിതമാക്കിയത്. അന്യ സംസ്ഥാനത്തേക്ക് കുട്ടിയെ കടത്താനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ആ വഴികളെല്ലാം ബ്ലോക്ക് ചെയ്തു കഴിഞ്ഞു. എല്ലാം ഫാസ്റ്റായി നടക്കുന്നുണ്ട് ജഗൻ. ഞങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത് സാറേ? നിങ്ങൾ ക്ഷമയോടെ വെയിറ്റ് ചെയ്യണം. പെട്ടെന്ന് കുട്ടിയെ തിരിച്ചു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ബാക്കിയെല്ലാം ഞങ്ങൾ നോക്കിക്കൊള്ളാം. വന്ദനെ, SI പറഞ്ഞത് വെറും ഭംഗിവാക്കല്ല. ഇപ്പോ ക്ഷമയാണ് വേണ്ടത്. പോലീസുകാര് ആത്മാർത്ഥമായി തന്നെ അന്വേഷിക്കുമെന്ന് തന്നെ വിശ്വസിക്കാം. പക്ഷെ അവരുടെ അന്വേഷണത്തിന് അതിൻ്റെതായ രീതികളും സാവകാശമൊക്കെ ഇല്ലേ? ദേമോളുടെ കാര്യം ഓർക്കുമ്പോ അതുവരെ ക്ഷമിക്കാനുള്ള സഹനശക്തിയൊന്നും എനിക്കില്ല ജഗൻ. ഓരോ നിമിഷം കഴിയും തോറും തളർന്നു പോവാ ഞാൻ. പിന്നെ എന്തു വേണമെന്ന് വന്ദന പറയുന്നത്? നമുക്ക് നമ്മുടേതായ രീതിയിൽ ഒരു അന്വേഷണം നടത്തിക്കൂടെ? കുട്ടിയെ കണ്ടെത്താൻ എന്ത് സാഹസം വേണമെങ്കിലും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. വെറുതെ അന്വേഷിച്ചാൽ പോരല്ലോ, ഒരു ലക്ഷ്യം കൂടി വേണം. ജഗൻ ചേട്ടാ. ഗസലേ, ഞാൻ നിന്റെ ഫോണിലേക്ക് ഒരു ഫോട്ടോ സെൻഡ് ചെയ്തിട്ടുണ്ട്. ആ ഫോട്ടോയിൽ കാണുന്ന കുട്ടിയെ കാണാനില്ല. എനിക്ക് വേണ്ടപ്പെട്ട കുട്ടിയാ. നമ്മുടെ പിള്ളേർക്കെല്ലാം ആ ഫോട്ടോ ഒന്ന് സെൻഡ് ചെയ്യണം. എന്നിട്ട് ഇവിടുത്തെ മുക്കും മൂലയും ഒന്ന് അരിച്ചു പെറുക്കാൻ പറയണം. ശരി ഏട്ടാ.
അളിയ രാഹുലേ, ആ പറയട്ടാ. നമ്മുടെ ഫോണിലെ ഗ്രൂപ്പിൽ ഞാനൊരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. ആ നമ്മുടെ ജഗൻ ചേട്ടന് വേണ്ടപ്പെട്ട കുട്ടിയാ. ഇപ്പൊ ആ കുട്ടി മിസ്സിംഗാ. എവിടെ ഉണ്ടെങ്കിലും അന്വേഷിച്ച് കണ്ടെത്തണമെന്നാ ജഗൻ ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്. നീ നിന്റെ വേറെ ഗ്രൂപ്പിലേക്കും കൂടെ ഫോട്ടോ സെൻഡ് ചെയ്തേക്ക്. ആ ശരി ഏട്ടാ. ആ ആ ചാമ്പിയേക്ക. ദീമോളെ തട്ടിക്കൊണ്ടുപോയതിൽ വന്ദനയ്ക്ക് ആരെയെങ്കിലും സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ പറയണം. ആദ്യ അന്വേഷണം അവിടെ നിന്ന് തുടങ്ങാം. ഏതായാലും നമ്മുടെ പിള്ളേരുടെ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ, ബാക്കിയൊക്കെ പിന്നെ. ഈ രാത്രി കുഞ്ഞിനെ എവിടെ പോയി കണ്ടുപിടിക്കാനാ? വന്ദനയോടൊപ്പം ജഗനുണ്ടെന്നുള്ള ഒരു ആശ്വാസമുണ്ട്. എന്നാലും ദൈവമേ, എന്റെ കുഞ്ഞിനെ ജീവനോടെ തിരിച്ചെത്തിക്കണേ ഭഗവാനെ. ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാല. വന്ദനയ്ക്ക് ശത്രുക്കളുണ്ട് ചന്ദ്രികയെ. രാജീവിന്റെ അപകടമരണം അന്വേഷിക്കാൻ സ്റ്റേഷനിൽ പരാതി കൊടുത്ത ശേഷമാണ് ശത്രുക്കൾ രംഗത്തിറങ്ങിയത്. വർഷയുടെ കല്യാണത്തലേന്നും ദിയമോളെയും വന്ദനയും തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടന്നില്ലേ? ആ രാഖി സാഗരം തന്നെയായിരിക്കും ഇതിന്റെ പുറകില്. നശിച്ച ജന്മങ്ങൾ അവര്. ഏയ്, അതിന് വഴിയില്ല. ദിയമോളെ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിച്ചാൽ അത് അവർക്ക് തന്നെ പ്രശ്നമാവും. അവരിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്വത്തുക്കളെല്ലാം അവർക്ക് നഷ്ടമാവും. അതുകൊണ്ട് അവര് കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ വഴിയില്ല. കാറപകടവുമായി ബന്ധപ്പെട്ട ആരൊക്കെയോ ആണ് ഇതിന്റെ പിന്നില്. അതാരാണെന്ന് നമുക്കറിയില്ലല്ലോ. ജഗൻ കൂട്ടിനുണ്ടെങ്കിലും കല്യാണം കഴിയാത്തൊരു പെണ്ണ് രാത്രികാലങ്ങളിൽ ചുറ്റിക്കറങ്ങുന്നത് അതോർക്കുമ്പോ ആളുകൾ എന്ത് പറയുന്ന എന്റെ പേടി. എന്റെ ഭഗവാനെ, അമ്മേ, അമ്മേ ഭഗവതി, എന്ത് പരീക്ഷണ ഇതൊക്കെ? എന്ത് തെറ്റ് ചെയ്തിട്ടാ ഞങ്ങളോട് ഇങ്ങനെ? ദേവോൾ എവിടെയാണെന്ന് അമ്മ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? വന്ദനയ്ക്കും ജഗനും കുഞ്ഞിനെ കാണിച്ചു കൊടുക്കണേ ഭഗവതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.